കൊല്ലത്ത് മുൻ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെയും മകന്റെയും വിസ തട്ടിപ്പിലിരയായ ദമ്പതികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി അഷ്റഫ് അറസ്റ്റിൽ. ഇരവിപുരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന AK അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് യുവതിയെ അടക്കം മർദ്ദിച്ചത്. നൽകിയ പണം തിരികെ ചോദിക്കാൻ ചെന്നപ്പോഴാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത്. വിസ തട്ടിപ്പിലിരകളായ ദമ്പതികൾക്ക് നേരെയാണ് മുൻ കോൺഗ്രസ് നേതാവായ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. 3 വർഷം മുൻപാണ് മയ്യനാട് സ്വദേശികളായ ഐശ്വര്യ ശിവ ദമ്പതികളിൽ നിന്നും അഷ്റഫിന്റെ മകൻ ആസാദ് അഷ്റഫ് ലക്ഷങ്ങൾ കൈപ്പറ്റിയത്. അഷ്റഫും മകനും നടത്തി വന്നിരുന്ന വെണ്ടർമുക്കിലെ സ്ഥാപനം വഴിയായിരുന്നു തട്ടിപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരസ്യം കണ്ടാണ് ദമ്പതികൾ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്. വിസയ്ക്കായി പണം നൽകിയ ശേഷമാണ് തട്ടിപ്പിനിരയായത് തിരിച്ചറിഞ്ഞത്. ഒരു 2 വർഷം മുമ്പാണ് കൊല്ലം പള്ളിമുക്കിലുള്ള വെണ്ടർമുക്കിൽ പ്രവർത്തിച്ചിരുന്ന കാലിബറി കൺസൾട്ടൻസിക്ക് UK വിസ ശരിയാക്കി തരാം എന്നുള്ളതിനാൽ ഒരു ഉറപ്പിന്മേൽ ആസാദും അഷറഫുമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അഷറഫ് ആസാദിന്റെ പിതാവാണ്. ഇവരുടെ ഒരു ഉറപ്പിന്മേൽ ഞാൻ UK പോകാനായിട്ട് പൈസ കൊടുത്തത്. പക്ഷെ ഇവർ ഞങ്ങളുടെ നിന്ന് പൈസ മേടിച്ചെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റും ഓഫർ ലെറ്ററും എല്ലാം തരികയായിരുന്നു ചെയ്തത്. തുടർന്ന് ഞങ്ങൾക്ക് VFSൽ അപ്പോയിന്റ്മെന്റ് എടുത്തു തരികയും ഞങ്ങൾ അപ്പോയിന്റ്മെന്റിൽ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ പാസ്പോർട്ട് കിട്ടാതായപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ വെച്ച ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്ക് ആണെന്ന്. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞങ്ങളെ പറ്റിച്ച ഈ ആസാദും അവരുടെ ഫാദറും ബാക്കിയുള്ളവരും എല്ലാം ദുബായിലോട്ടൊക്കെ മാറിക്കളഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ദമ്പതികൾ പണം ആവശ്യപ്പെട്ട് അഷ്റഫിന്റെ വീടിന് മുന്നിലേക്ക് പോയപ്പോഴാണ് മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. സംഘം ചേർന്ന് അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞ് 1.5 മാസമായിട്ടും പൈസ ഒന്നും കിട്ടാത്തതിനെ തുടർന്ന് എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അഷ്റഫിന്റെ വീട്ടിൽ പള്ളിമുക്കിലെ അറഫ നഗറിലുള്ള അഷ്റഫിന്റെ പുത്തൻപുരയിലെ വീട്ടിൽ ഞങ്ങൾ പോയത്. വീടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് കുറച്ച് മാറി റോഡിന് സൈഡിലായിട്ടാണ് ഞങ്ങൾ നിന്നത്. ആ സമയത്ത് അഷ്റഫിന്റെ മക്കളും അഷ്റഫിന്റെ അനിയൻ AK നൗഷാദും കൂടെ കാറിൽ വരികയും തുടർന്ന് എന്നെ ചീത്ത വിളിക്കുകയും എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു. അവരുടെ വീട്ടുകാർ ഈ പറഞ്ഞ അഷറഫ് എൻ്റെ മുഖത്ത് പിടിച്ച് എൻ്റെ ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നൗഷാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനിയൻ എൻ്റെ മുഖത്ത് നോക്കി ആ റോഡിൽ വെച്ചിട്ട് അത്രയും ആൾക്കാർ കാണാൻ എൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുകയും ഷാള് വലിച്ച് കീറാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റ യുവതി ചികിത്സ തേടി. പിന്നാലെ ദമ്പതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്തു. അഷ്റഫ് ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവർക്കെതിരെ മുൻപും കേസുകളുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്നത്. ജനം, കൊല്ലം.